വിദ്യാഭ്യാസ രംഗം നമ്മുടെ നാടിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന കാര്യമാണ്. ഈ മണ്ഡലത്തിലൊരു പോളിടെക്നിക് എന്നത് കാലങ്ങളുടെ ആവശ്യമാണ്. അടിയന്തരമായി നടപ്പാക്കുക ആ ആവശ്യമായിരിക്കും. എം പ്രകാശൻ മാസ്റ്റർ MLA ആയിരുന്നപ്പോൾ പഴയ അഴീക്കോട് മണ്ഡലത്തിൽ കോസ്റ്റ് ഗാർഡ് അക്കാദമി ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു സ്ഥാപനം പോലും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ BCom കോഴ്സ് ചിലരുടെ അവകാശവാദങ്ങളല്ലാതെ കോളേജിൽ കാണാനില്ല. BCom അടക്കമുള്ള ബിരുദ കോഴ്സുകളും കൂടുതൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഈ കോളേജിൽ വരണം. ഉന്നത വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലന കേന്ദ്രം തുടങ്ങും. തൊഴിൽ പരിശീലനവും നിപുണതയും ചെറുപ്പക്കാർക്ക് നൽകുന്ന പരിശീലന കേന്ദ്രങ്ങളായിരിക്കും ഇത്. ഒരു അഭിമുഖത്തിന്, ഒരു മത്സര പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്ന പരിശീലനമാണ് ഇവിടെ ലഭിക്കുക. ഓൺലൈൻ പഠനത്തിനും വിദൂര വിദ്യാഭ്യാസത്തിനുമുള്ള സഹായങ്ങൾ, വിദേശ വിദ്യാഭ്യാസത്തിനുള്ള കൺസൾട്ടേഷൻ എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും. കൈത്തറി മേഖലയെ നവീകരിക്കാൻ പുതിയ ഡിസൈൻ കേന്ദ്രങ്ങൾ തുടങ്ങണം. ഒരു കൈത്തറി ഫാഷൻ പരിശീലന കേന്ദ്രം അഴീക്കോട് ഒരുക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം തേടുന്ന എല്ലാവർക്കും സൗജന്യ വൈഫൈ. പെൺകുട്ടികൾക്കായി വുമൻ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഒരുക്കും. ബാങ്ക് വായ്പകൾ പരാതികളില്ലാതെ ലഭ്യമാക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കും. ഉന്നത വിദ്യാഭ്യാസം എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്ന ജനപ്രതിനിധിയാകും അഴീക്കോടിന് ലഭിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സർവകാല തകർച്ചയിലേക്ക് നയിച്ച ആളുകളാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. അക്ഷരവിരോധികളായ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾക്ക് കഴിയാവുന്നത്ര വിദ്യാഭ്യാസം, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം.